ഒരു ബ്രേക്ക് വരാതെ പുട്ട് കുത്തിയെടുക്കുക എന്നുള്ളത് ഒരു കഴിവ് തന്നെയാണ്. ചൂടോടുകൂടി ആ പുട്ടിനെ എടുത്ത് ഇതുപോലെ പാത്രത്തിലേക്ക് വെക്കുന്നതും മറ്റൊരു കഴിവാണ്. ഇന്ന് എന്തായാലും ഹയാസിന് ലഞ്ചിന് പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ. സ്നാക്സ് ബോക്സിൽ 2 വേഫറുകളൊക്കെ വെച്ച് ആദ്യമേ പാക്ക് ചെയ്ത് ചെക്കൻ വെച്ചിട്ടുണ്ട്. എന്റെ പേർക്ക് ഞാൻ ഈ ഒരു കപ്പ് കേക്കും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒലിയോന്റെ കപ്പ് കേക്ക് ഞങ്ങൾക്ക് ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഹയാസി വന്ന് നിൽക്കുന്നതും അതിലൊരെണ്ണം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇതൊക്കെ എടുത്തു വെക്കുന്ന തിരക്കിലായതുകൊണ്ട് എടുത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ ഇരിക്കുന്നുണ്ട്, എടുത്തോളാൻ പറഞ്ഞിട്ട് അവൻ എടുക്കുകയാണെ കഴിക്കാൻ. കയ്യോടെ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് ബാഗിൽ വെച്ച് എല്ലാം പാക്ക് ചെയ്ത് ഹയാസിനെയും കൊണ്ടുപോയി ബസ്സേറ്റ് വിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഹംന എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഈയിടെയായിട്ട് നല്ല വാശിയാണ്. വാശി മാറ്റാൻ കുറച്ചു നേരം അവളിരുത്തി കളിപ്പിച്ചിട്ടാണ് കേട്ടോ പിന്നെ താഴേക്ക് ഇറക്കിയത്. കൈയോടെ ഞാൻ അടുത്ത സെറ്റ് പുട്ടൊക്കെ ആവിയേറാൻ വേണ്ടിയിട്ട് വെക്കാണ്. ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതിന്റെയാണ് കേട്ടോ ഹംനക്ക് ഇത്രയും വാശി കൂടിയേക്കുന്നത്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ഞാനും ഈ ഒലിയോന്റെ ഒരു കപ്പ് കേക്ക് ട്രൈ ചെയ്യാന്നോർത്ത് വേഗം തന്നെ എടുക്കുകയാണെ. ഈ കപ്പ് കേക്കിന്റെ മോൾഡ് ഡിമോൾഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട് ഹയാസിനേക്കാളും ചെറുതാവാറുണ്ട് കേട്ടോ ഞാൻ. ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതിൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. എന്തായാലും ഡിമോൾഡിങ്ങിൽ ഞാൻ എന്റെ കഴിവ് പരമാവധി തെളിയിച്ചിട്ടുണ്ട്. പിന്നെ നേരെ പോയത് തുണികളൊക്കെ അലക്കാനിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ സോർട്ട് ചെയ്യാണ്, ചെറുത് വേറെ വലുത് വേറെ അങ്ങനെയൊക്കെ ആയിട്ട്. ആദ്യത്തെ സെറ്റ് തുണികൾ അലക്കാനിട്ടിട്ട് നേരെ വന്ന് ഹംനാക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ചില സമയത്തൊക്കെ കഴിച്ചോളും, അല്ലെങ്കിൽ നേരത്തെ പോലെ നല്ല വാശിയായിരിക്കും. ഇന്നെന്തായാലും നിങ്ങൾക്ക് ഹംനയുടെ ഫ്ലൈങ് കിസും ടാറ്റാ ബൈ ബൈ സീ യു ഒക്കെ ഉണ്ട്. വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.